നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ദളപതി CM ജോസഫ് വിജയുടെ ജന്മദിനാഘോഷം നടത്തി. ഒലവക്കോട് ദളപതി CM ജോസ് വിജയുടെ ജന്മദിനാഘോഷം TVK പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. ഒലവക്കോട് രാസി പാലസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം ഗവൺമെൻറ് മോഡൽ മോയൻസ് സ്കൂൾ അധ്യാപകൻ C. ബിജു ഉദ്ഘാടനം ചെയ്തു. TVK ജില്ലാ പ്രസിഡന്റ് S. ഖാജ ഹുസൈൻ അധ്യക്ഷനായി. വിനോദ്, നിസാർ എന്നിവർ സംസാരിച്ചു. പിറന്നാൾ കേക്ക് മുറിക്കൽ, 10ാം ക്ലാസ് +2 ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, അരി വിതരണം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി. TVKയുടെ വിവിധ പഞ്ചായത്തുകളിലേക്കുള്ള കമ്മിറ്റികളെയും തിരഞ്ഞെടുത്ത യോഗം അംഗീകാരം നൽകി. ബർത്ത്ഡേ ഒന്നും അല്ലാതിരുന്നപ്പോഴും ഇവര് 1 ലക്ഷം രൂപയുടെ നോട്ട്ബുക്കുകളാണ് കഴിഞ്ഞ ഈ മാസം തുടക്കത്തിൽ തന്നെ മോയൻസ് സ്കൂൾ 1 ലക്ഷം രൂപയുടെ നോട്ട്ബുക്ക് ഇവരുടെ 3-4 പേരുടെ കാറിനാണ് അവിടെ കൊണ്ട് തന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്രയൊക്കെ നോട്ട്ബുക്ക് നമ്മുടെ സ്കൂളിലേക്ക്. എത്രയോ കുട്ടികൾക്ക് അത് സന്തോഷമായി, കാരണം അവർക്ക് നോട്ട്ബുക്ക് വാങ്ങാൻ പറ്റാത്തതൊക്കെ കുറെ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ഉണ്ട്. എന്തായാലും ഇതിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ജനറൽ സെക്രട്ടറി ഖാജ അന്ന് വന്നത് കറക്റ്റ് വർക്കിംഗ് ഡ്രസ്സിലാണ്. അപ്പൊ ഞാൻ നോക്കിയായിരുന്നു ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം, അവർക്കതൊരു ഫുൾ ടൈം അല്ല, ഇന്ന് ലീവാണ്. ഞാൻ അതാ മനസ്സിലാക്കുന്നത്. ഇനി ഇതിന്റെ കൂടുതൽ വർക്കായിരിക്കും അവര്. അങ്ങനത്തെ ഒരു പുതിയ കൾച്ചർ ഇവര് കൊണ്ടുവരുന്നുണ്ട്. അതായിരിക്കാം ഒരു പക്ഷേ ജനങ്ങളെ കൂടുതൽ ഇവരിലേക്ക് അടുപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ഇന്നിവിടെ നടത്താൻ പോകുന്ന സമ്മാനദാനത്തിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. സമ്മാനദാനം എൻ്റെ സ്റ്റുഡൻസിൻ്റെ ആണ്. പക്ഷെ സമ്മാനം വാങ്ങുന്നവരിൽ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ എല്ലാ സംഘടനയും കൊടുത്തിരിക്കുന്നത് ഫുൾ A+ വാങ്ങിച്ചവർക്ക് മാത്രമാണ്. 1 മാർക്കിന് ഫുൾ A+ പോയ കുട്ടികളുണ്ട്, 1 മാർക്കിന് ഫുൾ മാർക്ക് പോയ കുട്ടികളുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ ഇന്നലെ വെറുതെ യൂട്യൂബിൽ വിജയുടെ കുറച്ച് സ്പീച്ചസ് ഒക്കെ നോക്കി, എന്നിട്ടത് പറയേണ്ടതാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ ഞാൻ കണ്ടത്, സക്സസ് ഇസ് നോട്ട് ദ എൻഡ് എന്ന് പറയുന്നത്. സക്സസ് ഒരിക്കലും ഒരു അവസാനമല്ല. ഫുൾ A+ കുട്ടി നാളെ മുതൽ വേറെ എന്തിനേക്കൊക്കെ പോയിട്ട് കാര്യമില്ല. ഫുൾ A+ കിട്ടി എന്നുള്ളത് കൊണ്ട് ഒന്നിന്റെയും ഒരു അവസാനമായി ഞാൻ പഠിക്കുന്നില്ല എന്ന ധാരണ വരണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം. പിന്നെ അദ്ദേഹം അപ്പുറം തന്നെ പറയുന്നു, ഫെയിലിയർ ഇസ് നോട്ട് ഫൈനൽ ഓൾസോ. തോറ്റുപോയവര്, ആഗ്രഹിച്ച് കിട്ടാതെ പോയവര്, അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് വിജയ് ദളപതി എന്ന് പറയുന്ന വ്യക്തി കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. ലോയോള കോളേജിലാണ് പഠിച്ചത്. പിന്നെ പഠിത്തം നിർത്തി. അദ്ദേഹത്തിന്റെ സ്പീച്ച് പറഞ്ഞ് ഞാൻ അങ്ങനെ വലിയ സ്റ്റുഡിയസ് ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ സ്റ്റുഡിയസ് ആവണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.